അപ്പോൾ ഇവരും പിന്നീട് ബ്രിട്ടീഷുകാരോട് ചേർന്നു അച്ഛാ? അവർ ബ്രിട്ടീഷുകാരോട് ചേർന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ എല്ലാവരെയും ആശ്വസിപ്പിച്ചു. ഝാൻസിയുടെ സിംഹാസനം അവർക്ക് തന്നെ നൽകുമെന്ന്. എല്ലാവർക്കും? ജാനകിബായി, കൃഷ്ണറാവു, സക്കൂബായിയോടൊപ്പം ലച്ചുവും പിന്നെ അലി ബഹാദൂറും. അലി ബഹാദൂർ? ആ, അലി ബഹാദൂർ. അലി ബഹാദൂർ, നീ കൊല്ലാൻ പോവാണോ? അതെ, ഞാൻ അവനെ കൊല്ലും. ആ ഗംഗാധര റാവുവിനെ ഞാൻ കൊല്ലും. ഈ കിടക്കുന്നത് നിന്റെ സഹോദരനാണ്. കണ്ണു തുറന്ന് നോക്കിവനെ. നിന്റെ ബുദ്ധിക്ക് ഇതെന്ത് സംഭവിച്ചു? അച്ഛാ, അലി ബഹാദൂർ ഗംഗാധര റാവുവിന്റെ ശത്രു എങ്ങനെയായി? അതിനുള്ള കാരണം ലച്ചുവാണ്. ലച്ചോ? മഹാരാജൻ, ഇതെന്താണമ്മേ? അതെ മോനെ, ഝാൻസിയുടെ സിംഹാസനത്തിൽ ഗംഗാധർ റാവു അല്ല, രഘുനാഥ് റാവുവിന്റെ മകനായ അലി ബഹാദൂർ ആയിരിക്കും ഇരിക്കുക. എന്താണ് അമ്മ ചെയ്തെന്നറിയോ? ഇത് നീ എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്തത്? പിന്നെ ഞാനിത് ആരോട് ചോദിക്കണം? അമ്മയുടെ സഹോദരങ്ങളോട് ചോദിക്കണോ? ഖുറാൻ പഠിച്ചിട്ട് പോലും ഞാനൊരു മുസൽമാനല്ല, കാഫിർ എന്നാണ് പറയപ്പെടുന്നത്. കാഫിർ ഇയാളാണ്. ഇയാളുടെ കുടുംബത്തിലുള്ളവർക്കെല്ലാം ഞാൻ ഇയാളുടെ മകനാണെന്ന് അറിയുകയും ചെയ്യാം. എന്നിട്ട് ഞാൻ ഹിന്ദുവല്ല, മുസൽമാൻ എന്നാണ് കരുതുന്നത്. സഹിക്കുകയാണ് ഞാനല്ല. ഒരു പേശിയുടെ സന്തതിയാണ് ഞാൻ. ആരാണ് ഞാനെന്ന് പറയൂ, ആരാണ് ഞാൻ? അറിയില്ലേ നിനക്ക്? നീ ഝാൻസിയിലെ രാജാവായ രഘുനാഥ് റാവുവിന്റെ മകനാണ്. മതി, അതുമാത്രം മതി നിന്നെ തിരിച്ചറിയാൻ. നിന്നോട് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ഞാൻ എന്താണ് ചെയ്യാതിരുന്നിട്ടുള്ളത്? കൊലയാളിയാണ് ഇദ്ദേഹം. സ്വന്തം ഭാര്യ പോലും തള്ളി പറഞ്ഞു. കരഞ്ഞ് യാചിച്ചുകൊണ്ട് എന്റെ അടുത്ത് വന്നു. ലച്ചു, എനിക്ക് ഝാൻസിക്ക് ഒരു അനന്തരാവകാശി വേണം. പിന്നെ നിനക്കറിയില്ലേ, നിന്റെ അമ്മ അദ്ദേഹത്തിന് ഒരു ഭാര്യയുടെ സ്നേഹം മാത്രമായിരുന്നില്ല, മറിച്ച് സന്താനത്തെയും കൊടുത്തു. ഈ കാര്യം ഗംഗാധർ റാവുവിന് മാത്രമല്ല, ഝാൻസിയിലുള്ള സമസ്ത ജനങ്ങൾക്കും അറിയാം. അതിനുശേഷം നിനക്കുള്ള അവകാശവും കവർന്നെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കളി അവസാനിച്ചെന്ന് കരുതുന്നുണ്ടാവും. ഇല്ല, കളി ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അലി ബഹാദൂർ. ഒരു കളികളും തുടങ്ങിയിട്ടില്ല അമ്മേ. അമ്മയാണ് എന്റെ സ്വപ്നങ്ങൾ തകർത്തത്. അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. അമ്മ കാത്തിരുന്ന് കണ്ടോ, ഇനി ഈ അലി ബഹാദൂർ എന്തെല്ലാം കളികളാണ് കളിക്കുന്നതെന്ന്. അതെന്തൊക്കെയാണെന്ന് ആ ഗംഗാധർ റാവുവിന് പോലും മനസ്സിലാവില്ല. അതിനുശേഷം മാത്രമേ സത്യം എന്താണെന്ന് ഈ ഝാൻസി പോലും അറിയുകയുള്ളൂ.
എന്ത് ഹുസൂർ, എന്നെ കൊല്ലാനാണോ ഭാവം? എന്താണ് കാര്യം? ഹുസൂർ, കൊട്ടാരത്തിൽ എന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. എന്താ? എന്തുണ്ടായി? സകല പ്രമുഖരും ഗംഗാധർ റാവുവിന്റെ സദസ്സിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഒരു റാണിയെ കണ്ടെത്താൻ അവിടെ തിരക്കിട്ട് അന്വേഷണം നടക്കുകയാണ്. പഠിച്ചോനറിയ എന്താ സംഭവിക്കാന്ന. പിന്നെ ഝാൻസിയിലെ കാര്യം എന്തായി അച്ഛാ? മോളെ, ഝാൻസിയിലെ പരിതസ്ഥിതി വളരെ ആശങ്കാജനകമാണ്. ഗംഗാധർ റാവുവിനെതിരായി ഒരു ഗൂഢാലോചന തന്നെ മെനഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പലപ്പോഴും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് പോലും മനസ്സിലാകുന്നില്ല. സക്കൂബായി ആണോ, കൃഷ്ണറാവു ആണോ, അലി ബഹാദൂർ ആണോ, അതോ ലച്ചു ആണോ? പോപ്പട്കർ, ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നമുക്കത് അറിയാം റായ് ദുലാജോ. രാജാവ് ക്ഷേത്രത്തിൽ നേരിട്ട് ചെന്ന് നേർച്ച കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഹത്യയ്ക്ക് വേണ്ടിയുള്ള ഈ ആക്രമണത്തിന് ശേഷം കാൻപൂരിലേക്കുള്ള യാത്ര റദ്ദാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിലൊരു സംശയവുമില്ല, പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഇനി മഹാരാജാവ് കാൺപൂരിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സും ഒന്ന് തണുക്കും, ആരോഗ്യവും മെച്ചപ്പെട്ടേക്കാം. നമ്മുടെ എളിയ ബുദ്ധിയിൽ തോന്നിയതെന്തെന്നാൽ, ഖുദാബക്ഷ്, നിങ്ങളെല്ലാവരും പോകൂ. എനിക്ക് വിശ്രമിക്കണം. ആജ്ഞ പോലെ ഹുസൂർ. പോപ്പട്കർ, നരസിംഹറാവു, മഹാരാജൻ. നിങ്ങൾ രണ്ടുപേരും നിൽക്കുക. ഞാൻ കാൺപൂരിൽ പോകും മന്ത്രിമുഖ്യ. ആജ്ഞ പോലെ ആകട്ടെ മഹാരാജൻ. പക്ഷേ എന്ന് വെച്ചാൽ അങ്ങയ്ക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്, അങ്ങയുടെ ബന്ധുക്കളെ കൂടാതെ വെള്ളക്കാരും അങ്ങയ്ക്ക് അനുകൂലമല്ല എന്നുള്ളത്. ഇപ്പോൾ ഈ അമ്പ് എനിക്കല്ലേ കൊണ്ടത്, ഝാൻസിയുടെ സിംഹാസനത്തിലല്ലല്ലോ. അതുകൊണ്ട് തന്നെ നാം കാൺപൂരിൽ ആദം സാറിനെ കാണാൻ പോകുന്നതാണ്. ക്ഷേത്രത്തിലെ വഴിപാടുകൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷമാകും. പക്ഷേ ഇപ്രാവശ്യം നാം നിർണയിച്ചിട്ടേ വരികയുള്ളൂ. മഹാരാജൻ, അങ്ങയുടെ രാജനീതിയുടെ ഈ കൗശലത്തെ ഈ സേവകൻ മുമ്പ് മുതലേ പ്രശംസിച്ചിട്ടേയുള്ളൂ. നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും ആകാംക്ഷയുമാണ് സമസ്തർക്കും. പക്ഷേ നമ്മുടെ ഭാവി നാം കാണുന്നത് മറ്റാർക്കും കാണുവാൻ സാധിക്കുകയില്ല. അങ്ങയുടെ ആശയം നമുക്ക് മനസ്സിലായി മഹാരാജൻ. പക്ഷെ ഈ വിപരീതമായ പരിതസ്ഥിതിയിൽ അങ്ങിവിടെ ഇല്ലാതിരിക്കുക കുതന്ത്രക്കാർക്ക് ഇതൊരവസരമായി തീരും. ഇവരെ ഭയന്ന് പോകാതിരിക്കണോ പോപ്പട്കർ? നാം എന്താ സിംഹാസനം നെഞ്ചിലേറ്റിയിരിക്കുകയല്ലോ. അവർ ധരിച്ചിരിക്കുന്നത് അവരുടെ അവകാശം തട്ടിയെടുത്ത് നാം ഈ സിംഹാസനം കൈവശപ്പെടുത്തിയെന്നാണ്. ഝാൻസിക്ക് ഈ സന്ദർഭത്തിൽ കൃഷ്ണറാവുന്റെയോ അലി ബഹാദൂറിന്റെയോ അല്ലെങ്കിൽ ഗംഗാധർ റാവുന്റെയോ ആവശ്യമില്ല. ആവശ്യം നല്ലൊരു ഭരണാധികാരിയാണ്. അദ്ദേഹം പ്രജകളുടെ ആത്മാഭിമാനത്തിനൊരു ഭാഗമായിരിക്കണം. അവരുടെ ദേശത്തെ രക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അതിനുവേണ്ടി ഞാൻ കാൺപൂരിൽ പോയി ആദം സാറിനോട് വ്യക്തമായി സംസാരിക്കുന്നതാണ്. നാളെ രാവിലെ നമുക്ക് പുറപ്പെടുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക. അച്ഛാ, അച്ഛനിത് കണ്ടോ? ആന എന്നെ നോക്കി വണങ്ങുന്നത് കണ്ടോ? കൊള്ളാം. മോളെ, മനു, എഴുന്നേൽക്കും മോളെ. അച്ഛാ, എന്തു പറ്റി മോളെ? ഞാൻ സ്വപ്നത്തിൽ ഇന്നൊരു ആനയെ കണ്ടു. അതെ അച്ഛാ, ആ ആന എന്നെ വണങ്ങുമായിരുന്നു. ആനയോ? അതെ അച്ഛാ, ആന. അതിന്റെ നെറ്റിയിൽ ചന്ദ്രക്കല ഉണ്ടായിരുന്നു അച്ഛാ. ഇല്ല മോളെ, അങ്ങനെയുള്ള ആനയൊന്നും ഉണ്ടാവില്ല. ഉണ്ട് അച്ഛാ, അങ്ങനെയുള്ള ആനയുണ്ട്.
അതുകൊണ്ടല്ലേ എന്റെ സ്വപ്നത്തിൽ വന്നത്. ആ എങ്കിൽ വേഗം തയ്യാറാവൂ, കാൺപൂരിലേക്ക് പോകണ്ടേ? മഹാരാജൻ, അങ്ങയുടെ യാത്ര ശുഭകരമാവട്ടെ. ശീഘ്രം തിരികെ വരാനും സാധിക്കട്ടെ. ചെറിയച്ച, ചെറിയച്ച, അമ്മ ചെറിയച്ചനെ ആശീർവദിച്ചു വിടാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും. ഝാൻസിയിലെ മഹാരാജാവിനെ രക്ഷിക്കുമാറാകട്ടെ. തീർച്ചയായും ജ്യേഷ്ഠത്തിയമ്മേ. അവിടുത്തെ കൃപാകടാക്ഷം നമ്മിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ശത്രുവിന്റെ ഓരോ അമ്പും പാഴായി പോകുമെന്ന്. അതിനല്ലാഹു തുണയ്ക്കട്ടെ. പക്ഷേ സൂക്ഷിച്ചുകൊള്ളുക അനിയൻ സാഹിബ്. ഈ നശിച്ച വെള്ളക്കാർ ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിന് പകരം ശത്രുക്കളെ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ജ്യേഷ്ഠത്തിയമ്മ വിഷമിക്കണ്ട. ഇപ്പോൾ സിംഹം ഉണർന്നു കഴിഞ്ഞു. ഞങ്ങളും ഉണർന്നു കഴിഞ്ഞു ചെറിയച്ച. ഝാൻസിയുടെ സിംഹാസനത്തിന്റെ രക്ഷയ്ക്കായി മുന്നിൽ നിൽക്കുന്നത് അലി ബഹാദൂർ ആയിരിക്കുമെന്ന് അങ്ങേക്ക് കാണാൻ കഴിയും. സബാഷ് അലി ബഹാദൂർ. ഇത് തന്നെയാണ് നാം പ്രതീക്ഷിച്ചത്. നമ്മുടെ ഝാൻസിയെ രക്ഷിച്ചുകൊള്ളുക. തീർച്ചയായും ചെറിയച്ച. നമ്മുടെ ഝാൻസി നമുക്ക് നഷ്ടപ്പെടാൻ ഒരിക്കലും അനുവദിക്കില്ല. ഭവതി ലച്ചു, നാം കേട്ടിട്ടുള്ളത് തകിടെല്ലാം ഇപ്പോഴും വലത് കൈയിലാണ് ധരിക്കുകയെന്നാണ്. ഇടത് കൈയിൽ ധരിക്കുന്നത് അപശകുനമാണ്. പോപ്പട്കർ സാഹിബ്, ഈ തകിട് വലിയൊരു രക്ഷാ കവചമാണ്. എവിടെ ബന്ധിച്ചാലും എന്റെ അനുജൻ സുരക്ഷിതനായിരിക്കും. അല്ലാഹു നിന്നെ സകല ദോഷങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ. പ്രണാമം ജ്യേഷ്ഠത്തിയമ്മേ. മഹാരാജൻ,
ജാൻസിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകാൻ ഇവൻ ഒരവകാശവുമില്ല.